ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത്. അപ്പോൾ പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ പഴനിയിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ തിരുച്ചെന്തൂർ പാസഞ്ചറിലാണ് നമ്മൾ അങ്ങോട്ട് യാത്ര ചെയ്യുന്നത്. ട്രെയിനിൽ കയറി ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് വീഡിയോ എടുത്തു തുടങ്ങിയപ്പോൾ തന്നെ നല്ല അടിപൊളി ഒരു കാഴ്ചയാണ്. അത് കാറ്റാടി പാടങ്ങൾ ഒക്കെ കണ്ടുകൊണ്ട് ചോളം അങ്ങനത്തെ പലതരത്തിലുള്ള കൃഷി നമുക്കിവിടെ കാണാൻ കഴിയും. എല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു 3 മണിക്കൂർ എടുത്തു. 4:20 സ്റ്റാർട്ട് ചെയ്ത് 7:30 നമ്മൾ പഴനി റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു ഓട്ടോയ്ക്ക് 80 രൂപ കൊടുത്ത് നമ്മൾ നേരെ ക്ഷേത്രത്തിലേക്ക്. ഈ കാണുന്നതാണ് പഴനി മലയുടെ അടിവാരത്തിൽ നിന്നുള്ള ഒരു കാഴ്ച. ഗണപതി ഭഗവാന് കർപ്പൂരമൊക്കെ കത്തിച്ച് നമ്മൾ പതുക്കെ മല കയറാൻ തുടങ്ങുകയാണ്. പഴനിമല മുകളിലേക്ക് പോകാൻ 3 വഴികളുണ്ട്. അതായത് ഒന്ന് റോപ്പ് വേ ആണ്, പിന്നെയുള്ളത് ഇലക്ട്രിക് ട്രെയിനാണ്, പിന്നെ നമുക്ക് നടന്നും കയറാം. അതാണ് 3ാമത്തെ വഴി. നടന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, സ്റ്റെപ്പുകളൊക്കെ കുറഞ്ഞ ആനയ്ക്കും മറ്റുമൊക്കെ കയറിപ്പോവാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാതയുമുണ്ട്. അതുപോലെ തന്നെ ഏകദേശം ഒരു 693 പടികളൊക്കെയുള്ള കുത്തനെയുള്ള ഒരു വഴിയുമുണ്ട്. അപ്പോൾ നമ്മൾ പ്രായാധിക്യമുള്ളവരും ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ വഴി പോവാം. അതായത് സ്റ്റെപ്പുകളൊക്കെ കുറഞ്ഞ നിരപ്പായ പാതയിലൂടെ പോവാം. അപ്പോൾ നമുക്ക് വലിയ ക്ഷീണമൊന്നുമില്ലാണ്ട് മുകളിലെത്താൻ കഴിയും. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ആനപ്പാതയിലൂടെയാണ്. അതായത് സ്റ്റെപ്പുകൾ ഒക്കെ കുറവുള്ള കുത്തനെ അല്ലാണ്ട് നിരപ്പായ സ്ഥലത്തിലൂടെ പതുക്കെ വിശ്രമിച്ച് മുകളിലെത്താൻ കഴിയുന്ന ഒരു വഴി. അതിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കുറച്ചിങ്ങനെ കയറി വരുമ്പോൾ ഒരു കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ മെല്ലെ ഇങ്ങനെ റെസ്റ്റ് എടുത്ത് ഇടയിലൊക്കെ ഇരുന്നിട്ടാണ് മുകളിലേക്ക് കയറുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പഴനി നഗരത്തിൻ്റെ ചെറിയൊരു വ്യൂ ഇവിടെ നിന്ന് കാണാൻ കഴിയും. ശരിക്കുമുള്ള വ്യൂ നമുക്ക് മല മുകളിലെത്തിയതിന് ശേഷം ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഭഗവാനെ കാണാൻ വേണ്ടി, പഴനി മല മുരുകനെ കാണാൻ വേണ്ടിയുള്ള യാത്ര തുടരുകയാണ്. അപ്പോൾ ഏകദേശം നമ്മൾ മലമുകളിലേക്ക് എത്താറായിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ പഴനിമലയുടെ മുകളിലെത്തി. ഇതാണ് പഴനിമലയുടെ മുകളിലത്തെ കാഴ്ച. അപ്പം നമുക്കിനി ഭഗവാനെ തൊഴാൻ വേണ്ടി പോകണം. ക്യൂ ഉണ്ട്, നല്ല തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. ശബരിമല സീസൺ ആയതുകൊണ്ടാണ്. അപ്പം നമ്മൾ ക്യൂ ഒക്കെ നിൽക്കണം. സാധാ 10 രൂപയുടെ ക്യൂ ആണെങ്കിൽ ഏകദേശം 2-3 മണിക്കൂറൊക്കെ വരും. പിന്നെ 200 രൂപയുടെ ക്യൂ, അങ്ങനെ 2-3 ക്യൂ ഉണ്ട്. ഈ കാണുന്നതാണ് ഇലക്ട്രിക് ട്രെയിനിൻ്റെ സ്റ്റേഷൻ. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ക്യാൻറ്റീൻ ഉള്ളത്. മലമുകളിലൊക്കെ എത്തുമ്പോൾ നമുക്ക് വെള്ളമോ ഭക്ഷണ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഈ ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിക്കാം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ബോർഡാണ് പഴനി എന്ന് എഴുതിയിരിക്കുന്ന ബോർഡ്. രാത്രികാലങ്ങളിൽ ലൈറ്റ് ഇടുമ്പോൾ ഇത് താഴം അടിവാരത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. നല്ല ഭംഗിയാണത് കാണാൻ. ഇതിവിടുത്തെ പൂജാ സമയമാണ്. 7 മണിക്കാണ് സ്വർണ്ണരഥം. അപ്പോൾ നമ്മൾ ക്യൂ എവിടെയാണെന്ന് നോക്കാം. ക്യൂവിൻ്റെ അറ്റം കണ്ടുപിടിക്കാനുള്ള നടത്തത്തിലാണ്. നല്ല രീതിയിലുള്ള തിരക്കുണ്ട്. വെക്കേഷനും ക്രിസ്മസ് വെക്കേഷനും എല്ലാം ആയതുകൊണ്ടാണ്, ശബരിമല സീസൺ, ക്രിസ്മസ് വെക്കേഷൻ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ആണ്. അപ്പോൾ നമ്മൾ മെല്ലെ ക്യൂ ഒക്കെ കണ്ടുപിടിച്ച് ദർശനമൊക്കെ കഴിഞ്ഞ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. നടന്നിട്ട് ക്യൂയുടെ അറ്റത്ത് എത്തുന്നില്ല. അപ്പോൾ ദർശനം കഴിഞ്ഞ് വീണ്ടും കാണാം. അപ്പോൾ ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് തിരിക്കണം. ഇതാണ് പഴനിമലയുടെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ. നമുക്ക് താഴത്തുള്ള പഴനി നഗരവും അതിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളും ഒക്കെ ഒറ്റ ഫ്രെയിമിൽ കിട്ടും. നല്ല ഭംഗിയാണ് കാണാൻ. ഇവിടെ ഇപ്പോൾ നിൽക്കുമ്പോൾ നമ്മൾ കയറി വന്ന ക്ഷീണവും എല്ലാം നമുക്ക് മാറിയിരിക്കുകയാണ്. ദർശനമൊക്കെ കഴിഞ്ഞു. നമ്മൾ നല്ല എനർജറ്റിക്കാണ്. ഇപ്പോൾ നല്ല ഉഷാറ് തോന്നുന്നുണ്ട്. ഇവിടുത്തെ ഇളം കാറ്റൊക്കെ അടിച്ച് നിൽക്കാൻ നല്ല രസമാണ്. അപ്പോൾ
ഇതാണ് കാഴ്ച. ഇതിൻ്റെ ഒരു രാത്രി കാഴ്ചയുണ്ട്, നമുക്ക് കുറച്ച് കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ മണ്ഡപമൊക്കെ കണ്ട്, ഇതാണൊരു മണ്ഡപത്തിലൊരു വാർക്കാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ നമ്മളിനി നേരെ അന്നദാനം എവിടെ നോക്കാം. അന്നദാനത്തിന് കുറച്ചൊരു കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ അന്നദാന ഹാളിൽ എത്തിയിരിക്കുകയാണ്. പപ്പടം, ബീട്രൂട്ട് ഉപ്പേരി, പിന്നെ വേറൊരു കറി, ചോറ്, സാമ്പാർ, രസം, പായസം എന്നൊക്കെയാണ് ഇവിടുത്തെ വിഭവങ്ങൾ. ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ നിൽക്കുമ്പോൾ ഉള്ളൊരു കാഴ്ചയാണ് ഇത്. ഈ കാണുന്നതാണ് തങ്കമയിൽ വാഹനം. ഇത് അധികം പേര് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഭഗവാനെ ഈ തങ്കമയിലിരുത്തി അമ്പലത്തിൻ്റെ ഉള്ളിലൂടെ പ്രദക്ഷിണം ചെയ്യും. വളരെ പുണ്യമാണ് ഇത് കാണുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു 6-6:30 മണിയായി കാണും. അപ്പോൾ ദീപാരാധന കൂടി കണ്ട് തൊഴാൻ വേണ്ടി നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ ദീപാരാധന ഒക്കെ കണ്ട് തൊഴുതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മൾ എല്ലാം തൊഴുത് കഴിഞ്ഞ് ഇനി നമുക്ക് കാണാനുള്ളത് തങ്കരഥമാണ്. സ്വർണ്ണരഥത്തിൻ്റെ എഴുന്നള്ളിപ്പ് ഏകദേശം 7 മണിയൊക്കെയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരെ സ്വർണ്ണരഥം കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നല്ല തിരക്കുണ്ട് ഈ സ്വർണ്ണരഥം കാണാൻ. അപ്പോൾ സ്വർണ്ണരഥത്തിനായി നമുക്ക് കാത്തിരിക്കാം. സ്വർണ്ണരഥമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞ് നേരെ നമ്മൾ മല ഇറങ്ങാൻ പോവുകയാണ്. അപ്പോഴുള്ള പഴനിമലയുടെ മുകളിൽ നിന്നുള്ള ഒരു പഴനി നഗരത്തിൻ്റെ കാഴ്ചയാണ് ഇത്. അപ്പോൾ നമ്മൾ പഴനി മുരുകനോട് വിട പറഞ്ഞ് താഴേക്ക് ഇറങ്ങുകയാണ്. വഴിയോരത്ത് ഇറങ്ങുന്ന വഴിക്ക് ഒരുപാട് കച്ചവടക്കാരുണ്ട്. സ്ലൈഡ്, മാലകൾ, അങ്ങനെ ഒക്കെ ചെറിയ വിലയേ ഉള്ളൂ. 10 രൂപ, 20 രൂപ. പലതരത്തിലുള്ള ചരടുകൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇറങ്ങുന്ന സൈഡിൽ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരോ കാഴ്ചകൾ ഇങ്ങനെ കണ്ട് നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്. പഴനിമലയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല. എല്ലാ മലയാളികൾക്കും അറിയുന്നതാണ്. ഒട്ടുമിക്ക മലയാളികളും ഒരു പ്രാവശ്യമെങ്കിലും പഴനിമലയിൽ വന്നിട്ടുണ്ടാവും. ഇത് നമ്മുടെ ദൈവങ്ങളുടെയൊക്കെ ഒരു ചിത്രങ്ങൾ വിൽക്കുന്ന ഒരു കച്ചവടക്കാരനാണ്. വാച്ച് 30 രൂപയൊക്കെയാണ് വാച്ചിന് പറയുന്നത്. ചെറിയ കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ വാങ്ങിക്കാവുന്നതാണ്. കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട്. ചെറിയ തരത്തിലുള്ള പൂക്കളാണ്. അപ്പോൾ അങ്ങനെ അടിവാരത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി പറയാനുള്ളത് പഴനിമലയിൽ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ പഴനി റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ എത്തുമ്പോൾ തന്നെ നിരവധി പേർ നമ്മൾ സമീപിക്കും. റൂമും മറ്റും അറേഞ്ച് ചെയ്ത് തരാം, വഴിപാടുകൾ നടത്തിത്തരാം എന്നൊക്കെ പറഞ്ഞ് അത്തരം ചതികളിലൊന്നും പെടാതിരിക്കുക. അവർ പറ്റിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇവിടെ. പരമാവധി ദേവസ്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൗണ്ടറുകളിൽ സമീപിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ റൂം ഒക്കെ എടുക്കുകയാണെങ്കിൽ പുതിയ തരത്തിലുള്ള ഓൺലൈൻ സംവിധാനങ്ങൾ ഉപയോഗിച്ച് റൂമൊക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ ലാഭകരമായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ചോളം ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചോളത്തിൽ അവർ തേക്കുന്നത് മുളക് പൊടി, ഉപ്പ്, പിന്നെ ചെറുനാരങ്ങയുടെ തുണ്ടാണ് അതിൽ മുക്കിയിട്ടാണ് തേക്കുന്നത്. അപ്പോൾ ഒരു ചോളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. കുഴപ്പമില്ല, നല്ല രസമുണ്ട് കഴിക്കാൻ.
അപ്പോൾ ഇത് പഴനിമലയുടെ അടിവാരത്തുള്ള കാണുന്ന ചെറിയ കടകളാണ്. ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ മെല്ലെ നടക്കുകയാണ്. അപ്പോൾ ഇന്നിവിടെ സ്റ്റേ ചെയ്തതിന് ശേഷം നാളെ കാലത്ത് ഉള്ള 7:30-ക്കുള്ള ട്രെയിനിൽ നേരെ പാലക്കാട്ടേക്ക്. അപ്പോൾ നമ്മൾ വീണ്ടും ട്രെയിനിൽ കയറിയിരിക്കുകയാണ്. കാറ്റാടി പാടങ്ങളൊക്കെ കണ്ടുകൊണ്ട് നേരെ നമ്മുടെ പാലക്കാട്ടേക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.